ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സിൽ ഒന്നും കൂടി നമുക്ക് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞ് ഡിസൈനായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ്. ഈ ഒരു ഡ്രസ്സ് വന്നിട്ടുള്ളത് പ്ലീറ്റഡ് പലാസോ ആണ്. അതിലേക്ക് ഷോർട്ട് ആയിട്ടുള്ള ടോപ്സ് ആണ് എടുത്തിട്ടുള്ളത്. 2 ടോപ്പും 2 വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറിയ ആളുടേതാണ്. ഇതിന് ഞാൻ ഒരു വി ഷേപ്പ് ഉള്ളിലേക്ക് കട്ട് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു പൂക്കൾ കാണുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് മാച്ച് ആയിട്ടുള്ള ബ്ലൂ, വൈറ്റ് ആൻഡ് യെല്ലോ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെയുള്ള ലേസുകൾ വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ബീഡ്സ് വാങ്ങിച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് വീനക്ക് കൊടുത്തിട്ട് കൈ സ്ലീവ്ലെസ് ആണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈന് ഫുള്ള് ഇതുപോലെ കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാം ഒരേ അളവിൽ ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പം ഈ രണ്ടാമത്തെ ആൾക്ക് ഞാൻ കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ളൊരു ടോപ്പാണ് ചെയ്തിട്ടുള്ളത്. വി ഷേപ്പിൽ തന്നെ കുറച്ച് പുറത്തോട്ട് തള്ളിയിട്ടാണ് വി കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഇതുപോലെ ബീഡ്സ് തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് ഒന്നും കൂടി ഒരു എന്താ പറയുക, റെഡിമെയ്ഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഞാൻ യെല്ലോ ബീഡ്സാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഡ്രസ്സിന് ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു യെല്ലോ ബീഡ്സ് വെച്ച് ചെയ്തപ്പോഴാണ്. ഈ ഒരു ഡ്രസ്സിലേക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. പിങ്കും അതുപോലെ ലൈറ്റ് ബ്ലൂ ഒക്കെ ചൂസ് ചെയ്താൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. ഈ മെറ്റീരിയൽ വരുന്നത് എന്താ പറയുക, ഷിഫോണിൽ എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിൽ 1 മീറ്റർ വെച്ചിട്ടാണ് ഈ 2 പേർക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കുറച്ച് കട്ടിങ് പീസ് ബാക്കി വന്നപ്പോൾ ചെറിയ ആക്കും കൂടി തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഷോർട്ട് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ബീഡ്സിൻ്റെ ലേസ് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷേ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ചെറിയ ആൾക്ക് ഞാൻ ഇതിലേക്ക് സ്കേർട്ടാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഞെറിവൊക്കെ ഇട്ടിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് വരുന്ന മെറ്റീരിയൽ വരുന്നത് ഈ ഒരു ടൈപ്പ് എന്താ പറയുക, നൂൽ എംബ്രോയ്ഡറി ആണ്. അതുപോലെ സീക്വൻസ് വർക്കും ഉണ്ട്. മീറ്ററിന് 515 രൂപ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ 1 മീറ്റർ കൊണ്ട് തന്നെ 2 പേർക്കും 2 സൈഡിലേക്കും തുണി ഉണ്ടായിരുന്നു. അതിൽ നിന്നും വന്ന വേസ്റ്റ് കട്ടിങ് പീസ് വെച്ചിട്ടാണ് ചെറിയാൾക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 ആൾക്കാണ് ഞാൻ തുണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് മെറ്റീരിയൽ വരുന്നത്. ഇത് ഷിഫോണിൽ തന്നെയാണ് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതേ സെയിം കളറിലുള്ള ഷിഫോൺ പ്ലെയിൻ ബ്ലൂ മെറ്റീരിയലാണ് ഇതിനെടുത്തിട്ടുള്ളത്. ഈ ഒരു മെറ്റീരിയൽ 89 രൂപയാണ് മീറ്റർ വന്നിട്ടുള്ളത്. ഒരു 6 മീറ്ററോളം വാങ്ങിച്ചിട്ടുണ്ട്. ഷോളിനും കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഡിസൈൻ ചെയ്യുന്നത് നോക്കാം. 2.5 mm ബീഡ്സാണ് ഈ യെല്ലോ എടുത്തിട്ടുള്ളത്. അതിൽ 5 ബീഡ്സ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരേ അളവിൽ ചെയ്തെടുക്കണം. നമ്മൾ എത്ര ബീഡ്സ് ആണോ എന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനിച്ചതിന് ശേഷം വേണം എല്ലാം ഒരേപോലെ ചെയ്യാൻ. എന്നാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരേ രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ 5 ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു എൻഡ് ബീഡ്സ്, അതായത് 2 സൈഡിലും ഹോൾസ് ഉള്ള റെയിൻ ഡ്രോപ്സ് ബീഡ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഒരു യെല്ലോ ബീഡ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ യെല്ലോ ബീഡ്സ് മാറ്റി അടുത്ത രണ്ടാമത്തെ ബീഡ്സിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഈ ഒരു സൂചി കടത്തിയെടുക്കേണ്ടത്. അപ്പോൾ നല്ല രീതിയിൽ കിട്ടും. നമ്മളൊന്ന് ക്ഷമയോട് കൂടിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ഐറ്റംസ് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാനായിട്ട് കഴിയും. നമ്മളെ മക്കൾക്ക് നല്ല ഭംഗിയിൽ നമുക്ക് അടിച്ച് ഇനി പുറത്തുനിന്ന് തയ്പ്പിച്ച് വാങ്ങിക്കണതാണെങ്കിലും നമുക്ക് വീട്ടിലിരുന്ന് ഇത്തരം ഐറ്റംസൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കളർഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ഒരേപോലെ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ലെയർ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീണ്ടും 5 ലെയർ കൂടി 5 ബീഡ്സും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഷുഗർ ബീഡ്സോ കട്ടിങ് ബീഡ്സോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എന്ത് ഡിസൈൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചതിന് ശേഷം ലാസ്റ്റിലിടുന്ന മുത്ത് അത് അതിൽ കൂടെ കയറ്റാതെ സെക്കൻഡ് ബീഡ്സിൽ കൂടിയാണ് അത് കയറ്റിയെടുക്കാനായിട്ട്. അപ്പോഴേ അത് കൊഴിയാതെ നിൽക്കുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്കൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതേപോലെയാണ് നമ്മൾ ആ ലാസ്റ്റ് ഇടുന്ന ബീഡ്സിൻ്റെ ഉള്ളിലൂടെ നൂല് കയറ്റിയെടുക്കാൻ പാടില്ല. അപ്പോൾ ഫുൾ മുത്തും താഴോട്ട് പോകും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു
ഗിവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. 6-ാം തീയതിയാണ് നമ്മൾ വിന്നറിനെ പ്രഖ്യാപിക്കുക. അപ്പോൾ 5-ാം തീയതി വരെ ടൈമുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ വീഡിയോ കണ്ട് സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഒക്കെ എടുത്ത് അയച്ചു തരിക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അതറിയാതെ പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.